Welcome to Isha's Kitchen. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പടവലങ്ങ പച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള, 3 പച്ചമുളക്, ഒരു തക്കാളി. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു റെസിപ്പി ഞങ്ങളുടെ നാച്ചുറോപ്പതി ഡോക്ടർ വിജയകുമാർ സാറിൻ്റെയാണ്. അപ്പോൾ സാർ ഇത് പച്ചയ്ക്ക് ഉണ്ടാക്കാനുള്ളൊരു രീതിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. സാധാരണയായിട്ട് നമുക്ക് പടവലങ്ങ പച്ചയ്ക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ടേസ്റ്റ് ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് പച്ചയ്ക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഈ ഒരു പടവലങ്ങ പച്ചടി നമ്മൾ വേവിക്കാതെ ഉണ്ടാക്കുമ്പോഴുള്ള ഗുണങ്ങളെക്കുറിച്ചും ഡോക്ടർ പറഞ്ഞു തന്നു. പടവലങ്ങ നമ്മൾ വേവിക്കാതെ ഉണ്ടാക്കുമ്പോൾ രുചി കുറവായിരിക്കും, പക്ഷേ അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, അതുപോലെ അൾസർ, അതൊക്കെ മാറ്റാനുള്ള കഴിവ് പടവലങ്ങയ്ക്ക് ഉണ്ട്. അപ്പോൾ നമ്മളത് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഗ്യാസ് ട്രബിൾ ഉള്ള സമയത്ത് നമ്മൾ പടവലങ്ങ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ പച്ചക്കറി എല്ലാം നമ്മളിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു രീതിയിൽ പച്ചടി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമുക്കിനി പടവലങ്ങ, അതുപോലെ സവാള, പച്ചമുളക്, തക്കാളി എല്ലാം നല്ല ചെറുതാക്കി അരിഞ്ഞെടുക്കണം. പച്ചടി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ വേവിക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുമെന്നൊരു സംശയമാണ് ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കഴിക്കാൻ. ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പടവലങ്ങയ്ക്ക് നമ്മൾ മുഴുവൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പടവലങ്ങയാണ്, അത് മുഴുവൻ എടുത്തിട്ടുണ്ട്. സവാള ഞാൻ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. അത് ഇതുപോലെ തന്നെ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും അതുപോലെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ പടവലങ്ങയും പച്ചമുളക്, സവാള, തക്കാളി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇന്ദുപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുളിക്ക് മാങ്ങയാണ് ചേർക്കുന്നത്. നമ്മളുടെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു പകുതി മാങ്ങയാണ് എടുക്കണുള്ളൂ. പിന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങ ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങയും മാങ്ങയും കറിവേപ്പിലയും ഇഞ്ചിയും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം.
1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ നല്ല ജീരകം ഇടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, മാങ്ങി, ഇഞ്ചി, കറിവേപ്പില ഇടുന്നുണ്ട്. നല്ല ജീരകം ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാനിവിടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയ്ക്ക് നന്നായി അരയണം കേട്ടോ, എന്നാലാണ് പച്ചടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുവിധം അരഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തട്ടിക്കൊട്ടതിന് ശേഷം ഒന്നും കൂടി നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇവിടെ നന്നായി അരഞ്ഞിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിളിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ച് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള പടവലങ്ങി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും കറിവേപ്പില ഇട്ട് താളിച്ചെടുക്കണേ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ താളിക്കുന്നില്ല, വെറുതെ വെളിച്ചെണ്ണ ഒഴിക്കണുള്ളൂ. നമുക്കിനി സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു മണമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.